الحمد لله الولي الحميد أمر عباده بحفظ العهود ونشهد أن لا إله إلا الله يفعل ما يريد ونشهد أن سيدنا محمدا خاتم المرسلين صلى الله وسلم وبارك عليه وعلى آله وصحبه أجمعين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. وأوصيكم عباد الله ونفسي بتقوى الله. ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യാന്വേഷികളായ വിശ്വാസിനികളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിലുടനീളം സൂക്ഷിക്കുകയും തഖ്വ കൈവരിക്കുകയും ചെയ്യണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ആജ്ഞകളുമെല്ലാം പരമാവധി ജീവിതത്തിൽ പാലിക്കുകയും നാളെ മരണാനന്തര ജീവിതത്തിൽ റബ്ബിനെ കണ്ടുമുട്ടുകയും ചെയ്യുന്ന നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുകയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും ബദ്ധവൈരികളായി എന്നും പ്രവർത്തിച്ചു പോന്നവരും ഇന്നും അങ്ങനെ തന്നെ നിലകൊള്ളുന്നവരുമാണ് ജൂതന്മാരായ ആളുകൾ. മുസ്ലിങ്ങളോട് ശത്രുത കാണിച്ച ഇതുപോലെ ശത്രുത കാണിക്കുന്ന മറ്റൊരു സമൂഹം ജൂതന്മാരെ പോലെ കഴിഞ്ഞു പോയിട്ടില്ല എന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ ജൂതന്മാരെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നതായി കാണാം. ലതജിദന്ന അശദ്ദന്നാസി അദാവതൻ ലില്ലദീന ആമനു യഹൂദ വല്ലദീന അശ്റകൂ. ജനങ്ങളിൽ സത്യവിശ്വാസികളോട് ഏറ്റവും കടുത്ത ശത്രുതയുള്ളവർ അവർ യഹൂദന്മാരാണ്. അതുപോലെ വല്ലദീന അശ്റകൂ, അവരാണ് ഏറ്റവും ശത്രുത പുലർത്തുന്ന ആളുകൾ. അവർ മാത്രമല്ല, അതുപോലെ ബഹുദൈവ ആരാധകരായ ആളുകൾ, ഇവരാണ് വിശ്വാസികളോട്, ഇസ്ലാമിനോട്, മുസ്ലിങ്ങളോട് ഏറ്റവും കൂടുതൽ ശത്രുത പുലർത്തുന്ന ആളുകൾ. അല്ലാഹുവിന്റെ ശാപകോപങ്ങൾക്ക് വിധേയരായവരാണ് ജൂതന്മാർ എന്നത് പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു പറഞ്ഞു, ബല്ലഅനഹുമുല്ലാഹു ബികുഫ്രിഹിം, അവരുടെ അവിശ്വാസം കാരണം അല്ലാഹു അവരെ ശപിച്ചിരിക്കുന്നു. അല്ലാഹു അവരെ വെറുതെ ശപിച്ചതല്ല. ശപിക്കുവാനുള്ള കാരണം
അവരുടെ അവിശ്വാസമാണ്. അള്ളാഹുവിനെ അവിശ്വസിച്ച കാരണത്താലാണ് അവർ അള്ളാഹു ശപിച്ചിരിക്കുന്നത് എന്നതാണ്. മാത്രമല്ല വീണ്ടും അള്ളാഹു പറഞ്ഞു, വദുരിബത് അലൈഹിമു ദില്ലത്തു വൽ മസ്കനതു വബാഉ ബിഗളബിൻ മിനല്ലാഹ്, നിന്ദയും നിർഗതിയും അവരുടെ മേൽ അവരെ മൂടിക്കളയുകയും ചെയ്തു. അള്ളാഹു അവന്റെ പക്കൽ നിന്നുള്ള കോപം അള്ളാഹു അവരെ ശപിക്കുകയും ചെയ്തു എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 1-ാമത്തെ അധ്യായം സൂറത്ത് ഫാത്തിഹയുടെ അവസാനത്തിലും ഇത് തന്നെയാണ്, ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും അള്ളാഹു അവരുടെ പാതയിൽ നിന്ന്, അവരുടെ മാർഗത്തിൽ അള്ളാഹു ഇനി ഞങ്ങളെ ചേർക്കരുത് എന്നാണ് വിശ്വാസികൾ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം അവരുടെ അവിശ്വാസം, അവർ ഇസ്ലാമിനെതിരെ പ്രവർത്തിച്ചത്, അവരിലേക്ക് വന്ന പ്രവാചകന്മാരെ അവരെ നിന്ദിച്ചതും അവരെ പരിഹസിച്ചതും അവരെ അവിശ്വസിച്ചതും എല്ലാം അതിന് കാരണമായി തീർന്നു എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഏത് കാലത്തും ഇസ്ലാമിനോട് അവരുടെ സമ്പത്തും അധികാരവും ഉപയോഗപ്പെടുത്തി എന്നും ഇസ്ലാമിൻ്റെ പ്രകാശ കിരണങ്ങളെ ഊതിക്കെടുത്താമെന്നാണ് അവർ വിചാരിക്കുന്നത്. അതിനാണ് അവർ പരിശ്രമിച്ചിട്ടുള്ളത്. എന്നാൽ അവരുടെ നിലനിൽപ്പിന് വേണ്ടി, ഭൗതികമായ ലാഭങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഇങ്ങനെയെല്ലാം അവർ ചെയ്തത് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇസ്ലാമിനെ നശിപ്പിക്കുവാൻ വേണ്ടി അവർ മുനാഫിക്കിന്റെ വേഷം ധരിക്കുകയും എന്നിട്ട് ഇസ്ലാമിന്റെ അകത്ത് കയറിക്കൂടുകയും മുസ്ലിങ്ങൾക്കിടയിൽ വ്യത്യസ്തങ്ങളായ വിവിധങ്ങളായ കക്ഷികളും ഗ്രൂപ്പുകളും ഉണ്ടാക്കുകയും ചെയ്തു. കഴിഞ്ഞ ഖുതുബയിൽ നമ്മളതാണ് സൂചിപ്പിച്ചത്. അങ്ങനെയാണ് ഇസ്ലാമിന്റെ ഉള്ളിൽ കയറിക്കൊണ്ടാണ് ഇസ്ലാമിനെ അവർ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇസ്ലാമിന്റെ പുറത്തുനിന്ന് ഇസ്ലാമിനോട് പോരാടിയാൽ ഇസ്ലാമിനെ പരാജയപ്പെടുത്താൻ അവർക്ക് സാധിക്കുകയില്ല എന്നത് അവർക്ക് തന്നെ അറിയാം. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, യുരീദൂന അയ്യുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വയഅബല്ലാഹു ഇല്ലാ അയ്യുതിമ്മ നൂറഹു വലൗ കരിഹൽ കാഫിറൂൻ. അല്ലാഹുവിന്റെ പ്രകാശത്തെ അവരുടെ വായ കൊണ്ട് അവർ ഊതിക്കെടുത്താമെന്നാണ് അവർ വിചാരിക്കുന്നത്. എന്നാൽ അല്ലാഹു ആകട്ടെ അവന്റെ ആ പ്രകാശത്തെ അത് പൂർത്തിയാക്കുക തന്നെ ചെയ്യും. വലൗ കരിഹൽ കാഫിറൂൻ. അവിശ്വാസികൾക്ക്, കാഫിറുകളായ ആളുകൾക്ക് അത് എത്ര തന്നെ വെറുത്താലും ശരി, അവർക്ക് അനിഷ്ടകരമായാലും ശരി, അള്ളാഹു അവന്റെ പ്രകാശത്തെ അത് പൂർത്തിയാക്കുക തന്നെ ചെയ്യുമെന്നാണ്. ജൂതന്മാരുടെ ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് മുസ്ലിങ്ങളെ ഇസ്ലാമിൽ നിന്നും അകറ്റിക്കളയുക എന്നത്. അത് അവരുടെ ആദ്യകാലം മുതൽ, അവരുടെ തുടക്കം മുതൽ ഇന്നോളം അങ്ങനെ തന്നെയാണ്. മുസ്ലിങ്ങളെ ഇസ്ലാമിന്റെ വിശ്വാസങ്ങളിൽ നിന്നും, അവരുടെ ആചാരങ്ങളിൽ നിന്നും, അവരുടെ സ്വഭാവങ്ങളിൽ നിന്നും, അവരുടെ മൂല്യങ്ങളിൽ നിന്നും, വേഷങ്ങളിൽ നിന്നും, സംസ്കാരങ്ങളിൽ നിന്നുമെല്ലാം മെല്ലെ 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 അടർത്തിയെടുത്ത് ഇസ്ലാമിൽ നിന്ന് പുറത്തു കൊണ്ടുപോവുക, അതിനോട് വെറുപ്പുണ്ടാക്കുക, അതിൽ നിന്ന് അകറ്റിക്കളയുക എന്നതാണ് അവർ ഏത് കാലത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതായി കാണാം, വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബി ലൗ യറുദ്ദൂനകും മിൻ ബഅദി ഈമാനികും കുഫാറൻ ഹസദ മിൻ ബഅദി അൻഫുസിഹിം. നിങ്ങൾ സത്യവിശ്വാസം സ്വീകരിച്ച ശേഷം നിങ്ങളെ അവിശ്വാസികളാക്കി മാറ്റിയെടുക്കുവാനാണ് വേദക്കാരായ ആളുകൾ അവർ മിക്കവരും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. വിശ്വാസികളായതിനു ശേഷം, ഇസ്ലാമിൽ പ്രവേശിച്ചതിനു ശേഷം, ഈമാൻ കടന്നതിന് ശേഷം അതിൽ നിന്ന് തെറ്റിച്ചു കളയുവാനാണ് വേദക്കാർ എന്ന് പറഞ്ഞാൽ ജൂത ക്രിസ്ത്യാനികൾ, അവർ അതിന് പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. സത്യം വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടും സ്വാർത്ഥമായ താൽപര്യങ്ങൾക്ക് വേണ്ടി അസൂയ നിമിത്തമാണ് അവർ അത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നത് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. ആ ജൂതന്മാരുടെ സ്വഭാവ സങ്കീർണതകൾ
മുസ്ലിം സമൂഹത്തിൽ ആവർത്തിക്കാതിരിക്കാൻ പരിശുദ്ധ ഖുർആൻ അവരെ കുറിച്ച് സവിസ്തരം വിശദീകരിക്കുന്നുണ്ട്. ജൂതന്മാരുടെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് എന്നത് അത് നമ്മളിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി. ജൂതായിസം മുസ്ലിം സമുദായത്തിലേക്കും കടന്ന് കൂടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുമ്പേ താക്കീത് നൽകിയ കാര്യമാണ്. അല്ലാഹു റസൂൽ അവിടുന്ന് പറഞ്ഞു, അൻ അബീ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലതത്ബഉന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റൻ ശിബ്റൻ വദിറാഅൻ ബിദിറാഇൻ. അബൂ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ അല്ലാഹു റസൂൽ പറയുകയാണ്, നിശ്ചയമായും നിങ്ങൾ നിങ്ങളുടെ മുൻപുള്ളവരിലേക്ക്, നിങ്ങളുടെ മുൻഗാമിയുടെ പാത നിങ്ങൾ പിന്തുടരുക തന്നെ ചെയ്യും. എങ്ങനെ? ശിബ്റൻ ശിബ്റൻ, ചാണിന് ചാണായി, ദിറാഅൻ ബിദിറാഇൻ, മുഴത്തിന് മുഴമായി നിങ്ങൾ അവരെ പിൻപറ്റുക തന്നെ ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹത്താ, ഏതുവരെ? ഹത്താ ലൗ ദഖലു ജുഹറൽ റബ്ബി തബിഅതുമൂഹും, അവർ ഒരു ഉടുമ്പിന്റെ മാളത്തിലേക്ക് പ്രവേശിച്ചാൽ അത് വരെ നിങ്ങൾ പിൻപറ്റുമെന്നാണ്. ഒരു ഉടുമ്പിന്റെ മാളം എന്ന് പറഞ്ഞാൽ അത്രയും നിസ്സാരമാണ്, ചെറുതാണ്. അതിലേക്ക് അവർ പ്രവേശിച്ചാൽ അതുപോലെ നിങ്ങൾ പിൻപറ്റുമെന്നാണ്. എന്ന് പറഞ്ഞാൽ ജൂത ക്രിസ്ത്യാനികളുടെ ഏറ്റവും നിസ്സാരമായ ചെറിയ ആചാരങ്ങൾ പോലും മുസ്ലിങ്ങളിൽ അവസാന കാലഘട്ടമാകുമ്പോൾ അതുവരെ അവർ പ്രവർത്തിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറഞ്ഞപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, ഖുൽനാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അൽ യഹൂദു വൻ നസാർ, മുൻഗാമികൾ എന്ന് പറഞ്ഞാൽ ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും പാത പിൻപറ്റുമെന്നാണോ പ്രവാചകരെ അങ്ങ് പറയുന്നത്? അവിടുന്ന് പ്രവാചകൻ പറഞ്ഞു, ഖാല ഫമൻ, അവരല്ലാതെ പിന്നെ ആരാണ്? അവരുടെ പാത നമ്മുടെ വിശ്വാസത്തിലുണ്ടാകും, നമ്മുടെ ആചാരങ്ങളിൽ, നമ്മുടെ സ്വഭാവങ്ങളിൽ, നമ്മുടെ വേഷവിധാനങ്ങളിൽ, നമ്മുടെ മുടിവെട്ടുന്നതിൽ, നമ്മുടെ നടത്തത്തിൽ, നമ്മുടെ സംസാരങ്ങളിൽ, എല്ലാത്തിലും ആ ജൂതന്മാരുടെ ആ ഒരു ചര്യ നമ്മൾ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റുമെന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അത് സംഭവിക്കാതെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രവചനം മുസ്ലിം സമുദായത്തിൽ ഇന്ന് പുലർന്നു കഴിഞ്ഞു എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. മുസ്ലിങ്ങളെ ഇസ്ലാമിൽ നിന്നും അകറ്റി നിർത്തുവാനും ഇസ്ലാമിന്റെ അടിത്തറകളെ ഇളക്കിയെടുത്ത ജൂതവിശ്വാസങ്ങൾ കടത്തിക്കൂട്ടി ഇസ്ലാമിനെ ആന്തരികമായി തകർക്കാൻ അതിനുവേണ്ടി ജൂതന്മാർ ഉണ്ടാക്കിയ സംവിധാനമാണ് ഷിയായിസം. ഇസ്ലാമിന്റെ കുപ്പായമണിഞ്ഞ് ആ ഇസ്ലാമിന്റെ കുപ്പായമണിഞ്ഞ ജൂതായിസമാണ് ഷിയായിസം. അതിന്ന് നമ്മുടെ സമൂഹത്തിൽ ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് നാം മനസ്സിലാക്കണം. നമ്മുടെ നാടുകളിൽ വർഷങ്ങൾക്ക് മുമ്പ് ജൂതായിസം കടന്നു വന്നിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ജൂതായിസമാണെന്ന് സാധാരണക്കാരായ മുസ്ലിങ്ങൾ തിരിച്ചറിയുന്നില്ല. ചില പുരോഹിത വർഗങ്ങളാകട്ടെ, പുരോഹിതന്മാരാകട്ടെ, മുസ്ലിങ്ങളുടെ വേഷമെന്ന് പറഞ്ഞ് വേഷം ധരിച്ച് വേഷം കെട്ടി ഇതൊക്കെ ഇസ്ലാമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഇസ്ലാമിക പ്രമാണങ്ങൾ കൊണ്ട് പരിശോധിക്കുക മാത്രമാണ് ഏക പോംവഴി. ഏതാണ് ജൂതായിസം, ഏതാണ് ഇസ്ലാം എന്ന് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ പ്രമാണങ്ങൾ കൊണ്ട് നമ്മൾ കീറി മുറിച്ച് പരിശോധിക്കണം. ജൂതന്മാരുടെ പല വിശ്വാസ ആചാര സ്വഭാവങ്ങൾ മുസ്ലിം സമൂഹത്തിൽ, മുസ്ലിം സമുദായത്തിൽ കടന്നതിനുള്ള ചില ഉദാഹരണങ്ങളാണ് വരും ഖുത്ബകളിലൂടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിലെ ഒന്നാമത്തെ സ്വഭാവം, അവരുടെ ജൂതന്മാരുടെ ഒന്നാമത്തെ സ്വഭാവം ഇന്ന് മുസ്ലിങ്ങളിലേക്ക് കടന്നു വന്നത്
കബറുകൾ കെട്ടി ഉയർത്തുകയും അതിന്മേൽ കെട്ടിടം നിർമ്മിക്കലും, അതിന്മേൽ കുമ്മായമിടലും, അതിന്മേൽ കൊടി ഉയർത്തലും, അതിന്മേൽ ആ കബറുമായി ബന്ധപ്പെട്ട് ഉള്ള എല്ലാ ഉത്സവങ്ങളും നേർച്ചകളും വഴിപാടുകളും അതെല്ലാം ജൂതന്മാരുടെ അവരിൽ നിന്ന് കടമെടുത്തതാണ്. മഹാന്മാരുടെ കബറുകൾ കെട്ടി ഉയർത്തുകയും അതിന്മേൽ കെട്ടിടം നിർമ്മിക്കുകയും ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കുന്നതും അതെല്ലാം ജൂത ക്രിസ്ത്യാനികളുടെ സമ്പ്രദായമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അവരുടെ ഈ പ്രവൃത്തി കൊണ്ട് മാത്രം അവർ അള്ളാഹുവിന്റെ ശാപത്തിന് അർഹരായിത്തീരുകയും ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും അപമാനകരമായ മോശകരമായ ആളുകളായി കൂട്ടരായി മാറുകയും ചെയ്തു എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് വന്ന ഹദീസിൽ കാണാം, അൻ ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മറദിഹി അല്ലദീ ലം യഖും മിൻഹു. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസിൽ അവർ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ ആ രോഗമുണ്ടായ സമയത്ത്, വഫാത്താകാൻ നേരം പ്രവാചകന് വലിയ പ്രയാസങ്ങളുണ്ടായി, പനിയുണ്ടായി. ആ രോഗത്തിൽ കിടക്കുന്ന സമയത്ത് മരിക്കാൻ നിമിഷങ്ങൾ അധികമില്ലാത്ത ഏതാനും മണിക്കൂറുകൾ മാത്രമുള്ള സമയം. ആ സമയത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ലഅനല്ലാഹു യഹൂദ വന്നസാറ, ജൂതനസ്രാണികളെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. ഇത്തഖദു, കാരണം എന്താണ് ശപിക്കാൻ കാരണം? ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവർ അവരുടെ അംബിയാക്കന്മാരുടെ, അവരുടെ പ്രവാചകന്മാരുടെ, നബിമാരുടെ മക്ബറകളെ, ഖബറുകളെ അത് ആരാധനാ കേന്ദ്രമാക്കി. അതാണ് അവരെ ശപിക്കുവാനുള്ള കാരണം. ലൗലാ ദാലിക അബ്രിദത ഖബറഹു. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അതല്ലായിരുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ആളുകൾക്ക് കാണപ്പെടുന്ന രൂപത്തിൽ, ഗൈറ അന്നഹു ഖശിയ ഔ ഖുശിയ അന്ന യുതഖദ്ദ മസ്ജിദൻ. മുൻഗാമികളായ മൂസാ നബിയുടെയും ഈസാ നബിയുടെയും അനുയായികളാണ് ജൂതന്മാർ. മൂസാ നബിയുടെ അനുയായികളാണ് ജൂതന്മാർ. ക്രിസ്ത്യാനികൾ ഈസാ നബിയുടെ അനുയായികളാണ്. ഇങ്ങനെ പൂർവികരായ അമ്പിയാക്കന്മാരുടെ അനുയായികൾ അവിടേക്ക് അമ്പിയാക്കന്മാരുടെ ഖബറുകളെ അവർ ആരാധനാ കേന്ദ്രമാക്കി. അങ്ങനെ ആരാധനാ കേന്ദ്രമാക്കുമായിരുന്നില്ല എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ അത് ഓപ്പണായ സ്ഥലത്തായിരിക്കും. പ്രവാചകന്റെ ഖബർ അത് കാണപ്പെടുന്ന രൂപത്തിൽ ആക്കാത്തതിന്റെ കാരണം ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, അവിടുന്ന് അതിനെ ആരാധനാ കേന്ദ്രമാക്കുമെന്നത് ഭയപ്പെട്ടത് കൊണ്ടാണ്, മസ്ജിദാക്കുമോ എന്ന് ഭയപ്പെട്ടത് കൊണ്ടാണ് അത് കാണപ്പെടാത്ത അവസ്ഥയിൽ ഭദ്രമായി സൂക്ഷിച്ചിട്ടുള്ളത്. ആ ഒരു ഭയം കാരണത്താലാണ്. മാത്രമല്ല ആയിഷ റളിയല്ലാഹു അൻഹ വീണ്ടും പറഞ്ഞു, അൻ ആയിഷത وعبد الله بن عباس قال لما نزل برسول الله صلى الله عليه وسلم طافك يطرح خميسة له على وجهه. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണമാസന്നമായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വസ്ത്രമെടുത്ത്, പ്രവാചകന്റെ ഒരു തുണിയെടുത്ത് മുഖത്ത് ഇടുമായിരുന്നു. ആ മരണത്തിന്റെ വെപ്രാളം, ആ മരണത്തിന്റെ വേദന കാരണത്താൽ പ്രവാചകന്റെ ബോധം പോയി കഴിഞ്ഞാൽ ആയിഷ റളിയല്ലാഹു അൻഹ അത് മുഖത്ത് നീക്കും. ആ അവസ്ഥയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല വഹുവ കദാലിക ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇ മസാജിദ. പ്രവാചകന്റെ മരണവേളയിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജൂതന്മാരെ കുറിച്ച് കൃത്യമായി താക്കീത് നൽകുന്നത്. എന്നാൽ ആ കെട്ടിയുയർത്തപ്പെടുന്ന മക്ബറകൾ
അതിനെ നിങ്ങൾ പിന്തുടരും, അത് നിങ്ങൾ ചാണിന് ചാണായി നിങ്ങൾ പിൻപറ്റുമെന്ന് പ്രവാചകൻ പറഞ്ഞ ആ പ്രവാചകന്റെ പ്രവചനം ഇന്ന് നമ്മുടെ മുസ്ലിം സമൂഹത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ കേരളത്തിന്റെ കാസർഗോഡ് മുതൽ അങ്ങ് കന്യാകുമാരിയുടെ അതുവരെ അന്ന് യാത്ര ചെയ്തു പോയാൽ എത്ര മക്ബറകളാണ്, എത്ര കബറുകളാണ്. അതിനെ ആരാധിക്കുന്നത് ആരാണ്? തട്ടമിട്ട മുസ്ലിങ്ങൾ, തലപ്പാവ് ധരിച്ച മുസ്ലിങ്ങൾ. അല്ലാഹു റസൂലിന്റെ പ്രവചനം പുലർന്നതായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത്. ശിർക്ക് വരുന്ന വഴികളിൽ പ്രധാനപ്പെട്ട വഴിയാണ് കെട്ടി ഉയർത്തപ്പെടുന്ന മക്ബറകൾ എന്നത്. നമ്മുടെ നാടുകളിൽ ഔലിയാക്കന്മാരുടേതായി പറയപ്പെടുന്ന മക്ബറകൾ കെട്ടിയുയർത്തിയും അതിന്മേൽ കെട്ടിടം നിർമ്മിക്കുകയും ചെയ്തിട്ടുള്ളത് ഇസ്ലാമിന്റെ യാതൊരു തെളിവുമില്ലാത്ത കാര്യമാണ്. മുസ്ലിമിന്റെ ഖബറിന്റെ പരമാവധി ഉയരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവിടുന്ന് നിർദ്ദേശിച്ചത് അത് ഒരു ചാണിൽ അപ്പുറം ഉയരാൻ പാടില്ല, എന്നാൽ ഒരു ചാണിൽ താഴാൻ പറ്റും. ഒരു ചാണിൽ അപ്പുറം ഉയരുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ച കാര്യമാണ്. എന്നാൽ ഇന്ന് നമ്മുടെ നാടുകളിൽ മക്ബറകളിൽ കിടക്കുന്ന ഔലിയാക്കന്മാരെന്ന് പറയപ്പെടുന്ന ആളുകൾ അതല്ല ഔലിയാക്കന്മാരാണോ മനുഷ്യന്മാരാണോ എന്നുപോലും തിരിച്ചറിയാത്ത പല ഖബറുകളും. അതിന്റെ ഉയരങ്ങൾ എത്രയാണ്? ഇത് ജൂതന്മാരുടെ സ്വഭാവമാണ്. ജൂതന്മാരാണ് ഈ നിരക്ക് ഖബറുകളെ മക്ബറകളാക്കി മാറ്റി അതിനെ ആരാധിക്കുന്ന വസ്തുവാക്കി മാറ്റുന്നത്. രണ്ടാമതായി ജൂതന്മാരുടെ സ്വഭാവമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ദീനിലെ ചില കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക എന്നതാണ്. ചിലത് മാത്രം സ്വീകരിക്കും, അവനാർക്ക് ഇഷ്ടമില്ലത് മാത്രം സ്വീകരിക്കും, ബാക്കിയൊക്കെ ഒഴിവാക്കും. അത്തരം സ്വഭാവക്കാരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സ്വഭാവങ്ങൾ കേറി നടക്കുന്നതിൽ നിന്ന് നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പറഞ്ഞു വന്നത് ജൂതന്മാരുടെ സ്വഭാവം ഇന്ന് മുസ്ലിം സമൂഹത്തിലേക്ക് വിവിധ രൂപത്തിലും കോലത്തിലും കടന്നു വന്നിട്ടുണ്ട് എന്നതാണ്. അതിലൊന്നാമത്തേതാണ് ഖബറുകളെ ആരാധിക്കുന്ന, അതിനെ കെട്ടിയുയർത്തി ആരാധിക്കപ്പെടുക എന്നത്. രണ്ടാമത് ദീനിലെപ്പെട്ട നമുക്കിഷ്ടമുള്ളത് മാത്രം സ്വീകരിക്കുകയും മറ്റത് ഒഴിവാക്കുകയും ചെയ്യുക എന്നത്. അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ചിലതിൽ വിശ്വസിക്കുകയും ചിലത് അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് അത് ജൂതന്മാരുടെ സ്വഭാവമായിട്ടാണ് അള്ളാഹു പരിചയപ്പെടുത്തുന്നത്. അവരുടെ വേദഗ്രന്ഥമാണ് തൗറാത്ത്. അവർ തൗറാത്തിൽ മാത്രമാണ് അവർ വിശ്വസിച്ചിരുന്നത്. തൗറാത്തല്ലാത്ത മറ്റ് വേദഗ്രന്ഥങ്ങളിലൊന്നും അവർ വിശ്വസിക്കുന്നില്ല. നമ്മൾ അങ്ങനെയല്ല. നമ്മൾ 4 വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. മൂസാ നബിക്ക് ഇറങ്ങിയതിലും ഈസാ നബിക്ക് ഇറങ്ങിയതിലും ദാവൂദ് നബിക്ക് ഇറങ്ങിയതിലും അതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങിയതിലും അതുപോലെ മറ്റ് ഏടുകളിലും ഇബ്രാഹിം നബി അടക്കമുള്ള മറ്റ് പ്രവാചകന്മാർക്കൊക്കെ ഇറങ്ങിയ എല്ലാ ഗ്രന്ഥങ്ങളിലും നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ ജൂതന്മാർ അങ്ങനെയല്ല. അവർക്കിറങ്ങിയ തൗറാത്തിൽ മാത്രമാണ് അവർ വിശ്വസിച്ചിരുന്നത്. അവരൊരിക്കലും ഖുർആനിനെ വിശ്വസിക്കുന്നില്ല. ഖുർആനിനെ മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിക്കുന്നില്ല. അവരുടെ പ്രവാചകനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മാത്രം വിശ്വസിക്കുന്നു. അവർ ഈസാ നബിയിലോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലോ അവർ വിശ്വസിക്കുന്നവരായിരുന്നില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നതായി കാണാം. أفتؤمنون ببعض الكتاب وتكفرون ببعض فما جزاء من أفعل ذلك منكم إلا خزي في الحياة الدنيا ويوم القيامة يردون إلى أشد العذاب وما الله بغافل عما تعملون. നിങ്ങൾ
വേദഗ്രന്ഥത്തിലെ ചില ഭാഗങ്ങൾ വിശ്വസിക്കുകയും മറ്റു ചില ഭാഗങ്ങൾ നിങ്ങൾ തള്ളിക്കളയുകയും ചെയ്യുന്നു. ഇനി അവർക്ക് ഇറക്കപ്പെട്ട തൗറാത്തിൽ മുഴുവനായി വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. അവർക്കിഷ്ടമുള്ള ഭാഗം എടുക്കും, അല്ലാത്തത് തള്ളിക്കളയും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നിങ്ങൾ വേദഗ്രന്ഥത്തിലെ ചില ഭാഗങ്ങൾ വിശ്വസിക്കുകയും മറ്റു ചില ഭാഗങ്ങൾ തള്ളിക്കളയും ചെയ്യും. എന്നാൽ നിങ്ങളിൽ നിന്ന് അപ്രകാരം പ്രവർത്തിക്കുന്നവർക്ക് ജീവിതത്തിൽ ദുനിയാവിൽ ഇഹലോകത്തും പരലോകത്തും അപമാനകരമായ മറ്റൊരു പ്രതിഫലവും അവർക്കില്ല എന്നാണ്. അപമാനിക്കപ്പെടുന്നവരാണ് അവർ. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ, ഖിയാമത്ത് നാളിൽ, വയൗമൽ ഖിയാമത്തി യുറദ്ദൂന ഇലാ അശദ്ദിൽ അദാബ് വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. ആ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഖിയാമത്ത് നാളിൽ അവർക്ക് അതികഠിനമായ ശിക്ഷ അവർക്കുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. എന്നിട്ട് പറഞ്ഞു, വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, നിങ്ങളുടെ പ്രവർത്തനങ്ങളെ പറ്റിയെല്ലാം അല്ലാഹു കൃത്യമായി നിരീക്ഷിച്ച് അവൻ അതറിയുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ ആ ജൂതന്മാരുടെ സ്വഭാവം അതുപോലെ നമ്മളാകാൻ പാടില്ല. നമ്മളിൽ പലപ്പോഴും നമ്മുടെ സ്വഭാവം നമ്മൾ എടുത്തു നോക്കിയാൽ, അമാനി റഹിമഹുല്ല ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറയുന്നതേ കാണാം. ഈ വചനങ്ങൾ അവതരിപ്പിച്ചത് യഹൂദികളുടെ ഇത്തരത്തിലുള്ള വിഷയങ്ങളിലാണെങ്കിലും ഇസ്ലാമിന്റെ വിധിവിലക്കുകളെ ശരിവെച്ച് സമ്മതിക്കുകയും എന്നിട്ട് അവയിൽ ചിലത് മാത്രം അനുഷ്ഠിക്കുകയും ചിലത് തീരെ വർജിക്കുകയും ചെയ്യുന്നതെല്ലാം ഇതിലെ താക്കീതും ആക്ഷേപവും ബാധകമാകുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇത് ജൂതന്മാരെ കുറിച്ച് പറഞ്ഞതാണെങ്കിലും ജൂതന്മാരുടെ ഈ സ്വഭാവം നമ്മളിൽ ഉണ്ട് എങ്കിൽ അത് നമുക്കും ബാധകമാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇസ്ലാമാണ്, മുസ്ലിമാണ് എന്നൊക്കെ അംഗീകരിച്ച് നമ്മൾ വിശ്വസിക്കും. എന്നാൽ നിസ്കാരം കൃത്യമായി നിസ്കരിക്കുമോ? ചിലപ്പോൾ നിസ്കരിക്കും, ചിലപ്പോൾ നിസ്കരിക്കൂല. ജക്കാത്തിന്റെ കാര്യത്തിൽ നിസ്കരിക്കുന്നവരായിരിക്കും, പക്ഷെ ജക്കാത്ത് കൊടുക്കൂല. ഇങ്ങനെ കുറെ കാര്യങ്ങൾ. ഇസ്ലാം ആകുകയാണ് എങ്കിൽ, മുസ്ലിം ആകണമെങ്കിൽ പരിപൂർണമായും ഇസ്ലാമിന്റെ ആചാരങ്ങളും വിശ്വാസങ്ങളും കർമ്മങ്ങളും പൂർണ്ണമായും അംഗീകരിക്കണം, അത് പൂർണ്ണമായും പാലിക്കുകയും ചെയ്യണം. അപ്പോഴാണ് ജൂതന്മാരുടെ സ്വഭാവങ്ങളിൽ നിന്ന് നമുക്ക് വ്യത്യസ്തരാകാൻ സാധിക്കുകയുള്ളൂ. ഇസ്ലാമിലെ ചില നിയമ നടപടികൾ അംഗീകരിക്കുകയും മറ്റു ചിലത് അംഗീകരിക്കാതിരിക്കുകയും ചെയ്താൽ ഇസ്ലാമിൽ പ്രവേശിക്കുന്നത്, അള്ളാഹു പറഞ്ഞു, നിങ്ങൾ ഇസ്ലാമിന്റെ മുഴുവൻ നടപടിക്രമങ്ങളും സ്വീകരിച്ചു കൊണ്ടായിരിക്കണം അള്ളാഹുവിൽ വിശ്വസിക്കേണ്ടത്, ഇസ്ലാമിൽ പ്രവേശിക്കേണ്ടത്. യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ പൂർണ്ണമായും അള്ളാഹുവിൽ കീഴടങ്ങണം, പൂർണ്ണമായും നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കണം. കുറച്ച് മാത്രം വിശ്വസിച്ചാൽ പോരാ, പൂർണ്ണമായും അള്ളാഹുവിൽ പിൻപറ്റണം. അള്ളാഹുവിന്റെ കൽപ്പനകളെ, നിർദ്ദേശങ്ങളെ, വിധിവിലക്കുകളെ, പ്രവാചകന്റെ സുന്നത്തുകളെയൊക്കെ പൂർണ്ണമായും അംഗീകരിക്കാൻ സാധിക്കണം. അത് അംഗീകരിക്കുന്നിടത്ത് മനസ്സിൽ യാതൊരു പ്രയാസം ഉണ്ടാകരുത്. അതെന്താ അങ്ങനെ ചെയ്താൽ, അല്ലെങ്കിൽ എന്താ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്നൊരു ചോദ്യം ഉണ്ടാകരുത്. അള്ളാഹുവിന്റെ നിയമമാണോ, പ്രവാചകൻ പഠിപ്പിച്ചതാണോ? സമീഅന വഅതഅന, ഞങ്ങളത് കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. അതിനപ്പുറത്തേക്കുള്ള ചോദ്യം ഒരു വിശ്വാസിയെ സംബന്ധിച്ചുണ്ടാകരുത്. അതാണ് അള്ളാഹു പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ പൂർണ്ണമായും അള്ളാഹുവിൽ നിങ്ങൾ പിൻപറ്റണം, അള്ളാഹുവിൽ നിങ്ങൾ കീഴടങ്ങണം. വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ, ശൈത്താന്റെ, പിശാചിന്റെ, ഇബ്ലീസിന്റെ കാലടികളെ നിങ്ങൾ പിന്തുടരുകയും ചെയ്യരുത്. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, അവൻ നിങ്ങളുടെ പ്രത്യക്ഷമായ ശത്രുവാകുന്നു. പല മാർഗത്തിൽ പല രീതിയിൽ നിങ്ങളെ വഴിപ്പിഴപ്പിക്കാൻ നിങ്ങളെ കൂടെ മരണം വരെ അവരുണ്ടാകും. അതുകൊണ്ട് ആ പിശാചിന്റെ ചതിക്കുഴികളെ നമ്മൾ കരുതിയിരിക്കണം.
ആ നിലക്ക് അത് അറിയണം, അവന്റെ ചതിക്കുഴികൾ എന്തൊക്കെയാണ് എന്നത് അത് മനസ്സിലാക്കി പൂർണ്ണമായി ഇസ്ലാമിൽ പ്രവേശിച്ച് ജൂതനസ്രാണികളുടെ പാതകളിൽ നിന്ന് ആ പാതകളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി പരിപൂർണമായും മുസ്ലിമായി ജീവിക്കാൻ സാധിക്കണം. അത്തരം ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ജൂത ക്രിസ്ത്യാനികളുടെ പാതകളിൽ പിന്തുടരുന്നവരിൽ നിന്ന് അള്ളാഹു നമ്മെല്ലാം കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. അള്ളാഹുവേ, നാളെ ഒരു വിഭാഗം ആളുകൾ വിശാലമായ സ്വർഗത്തിലേക്കും മറ്റൊരു വിഭാഗം എരിപൊരി കൊള്ളുന്ന നരകത്തിലേക്കും പോകുമ്പോൾ ആ സ്വർഗത്തിലേക്ക് പോകുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഹതഭാഗ്യവാന്മാരായി നരകത്തിലേക്ക് പോകുന്നവരിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരും സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരും എല്ലാം ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് അവരുടെ പ്രയാസങ്ങൾ നല്ല രീതിയിൽ നീ മാറ്റിക്കൊടുക്കണം റഹ്മാനെ. രോഗങ്ങൾ കൊണ്ട് വേദനകൾ അനുഭവിക്കുന്നവർക്ക് അവരുടെ വേദന കാരണത്താൽ അവരുടെ പാപങ്ങൾ നീ മായ്ച്ചു കൊടുക്കുകയും പകരം സ്വർഗം ജന്നാത്തുൽ ഫിർദൗസ് നൽകുകയും ചെയ്യണം റഹ്മാനെ. കടബാധ്യതകൾ കൊണ്ട് സാമ്പത്തികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് അവരുടെ ബാധ്യതകൾ തീർക്കാൻ ഹലാലായ മാർഗം നീ കാണിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, മാതാപിതാക്കളോട് നന്മ ചെയ്യുന്ന നല്ല മക്കളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, അയൽവാസികൾ, നാട്ടുകാർ, സഹോദരങ്ങൾ, കൂട്ടുകാർ, ബന്ധുക്കൾ, മാതാപിതാക്കൾ അവരെല്ലാം ഇന്ന് ഖബറുകളിലാണ്. അവരുടെ ഖബറിടങ്ങൾ നീ വിശാലമാക്കണം റഹ്മാനെ. ജന്നാത്തുൽ ഫിർദൗസ് ആക്കി കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب دعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك.